വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സിദ്ധുവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഉപ്പുമുളകും പ്രേക്ഷകർ സീസൺ 1 മുതൽ തന്നെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഉപ്പുമുളകിലെ സിദ്ധു എന്നത്. സീസൺ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം തിരിച്ചുപ്പുമുളകിലോട്ട് വന്നിട്ട് തന്നെയില്ല. സീസൺ 2 ആരംഭിച്ചപ്പോഴും സീസൺ 3 ആരംഭിച്ചപ്പോഴും തിരിച്ചു വരുമെന്ന രീതിക്ക് പ്രേക്ഷകർ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഉപ്പുമുളകിലോട്ട് സിദ്ധു തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ തിരിച്ചു വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ബാലുവും നീലും ശ്രീകുട്ടനൊക്കെ തന്നെയാണ്. ഇവർ ഉപ്പുമുളകിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുമുളകിലെ മെയിൻ ആർട്ടിസ്റ്റുകളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടും പഴയ ആർട്ടിസ്റ്റുകളെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ മെർലിൻസ്, അലീന ഫ്രാൻസിസ് എന്നീ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ഉപ്പുമുളകിൽ വീണ്ടും പഴയതുപോലെ റീച്ചൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ബാലുവും നീലും ഒക്കെ പോയപ്പോൾ ഉപ്പുമുളകും തകർച്ചയുടെ വക്കിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത് അലീന ഫ്രാൻസിസിൻ്റെ ഒരു റീ എൻട്രി തന്നെയാണ്. അലീനയെ തിരിച്ചു കൊണ്ടുവന്ന് ട്രെൻഡിങ്ങിലേക്ക് ഉപ്പുമുളകും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനടുത്തതായി റീസെൻ്റായിട്ട് വന്ന ഇൻ്റർവ്യൂവിൽ അലീന ഇനി അധിക കാലം ഒന്നും ഉപ്പുമുളകിൽ ഉണ്ടാവില്ല എന്ന രീതിക്ക് പറഞ്ഞിരുന്നു. തൻ്റെ സ്വന്തം നാടായ ഗുജറാത്തിലോട്ട് പോവുകയാണ് എന്ന രീതിക്ക് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഉപ്പുമുളകിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഉപ്പുമുളകിലേക്ക് സിദ്ധുവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ടോക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് വന്ന എപ്പിസോഡുകളിലൊക്കെ ഇനി 1 മാസത്തിനകം തന്നെ സിദ്ധു വരുമെന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. സിദ്ധു എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതെന്നാൽ ഉപ്പുമുളകിൽ മെയിൻ ആർട്ടിസ്റ്റുകളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെയാണത്. ഏതായാലും ഒട്ടും വൈകാതെ നമുക്ക് ഉപ്പുമുളകിൽ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇനി പലർക്കുള്ള ഡൗട്ടാണ് സിദ്ധുവായിട്ട് ഡെയ്ൻ ഡേവിസ് തന്നെ വരുമോ എന്ന രീതിക്ക്. ആ കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനമായിട്ടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഡെയ്ൻ ഡേവിസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു പുതുമുഖത്തെ ആ ഒരു കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരാനും ചാൻസസ് ഉണ്ട്. പക്ഷേ മാക്സിമം ടീം ശ്രമിക്കുന്നത് ഡെയ്ൻ ഡേവിസെ തന്നെ ആ ഒരു കഥാപാത്രത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ്. സീസൺ 2 ഇതുപോലത്തെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സിദ്ധുവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എപ്പിസോഡുകളൊക്കെ റെഡിയാക്കി ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ ആ ഒരു കഥാപാത്രത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ചാനലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു അറിയിപ്പുണ്ടാവുകയും സിദ്ധുവായിട്ട് ഡെയ്ൻ ഡേവിസ് തന്നെ മതി എന്ന രീതിക്ക് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ ഡെയ്ൻ ഡേവിസിൻ്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണമാണ് സിദ്ധു വരാതിരുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മാക്സിമം സിദ്ധുവായിട്ട് ഡെയ്ൻ ഡേവിസ് തന്നെയായിരിക്കും വരുന്നത്. ഏതായാലും ആഫ്റ്റർ എ ലോങ് ടൈം, ഓൾമോസ്റ്റ് 5-6 കൊല്ലത്തിന് ശേഷം ഡെയ്ൻ ഡേവിസിനെ ഉപ്പുമുളകിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഉപ്പുമുളകിൽ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കോംബോ ആണ് ലച്ചു സിദ്ധു എന്നത്. പക്ഷേ സ്ക്രീനിലധികം നമ്മൾ കണ്ടിട്ടില്ല. സിദ്ധു തിരിച്ചു വരികയാണെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. സിദ്ധു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉപ്പുമുളകിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ അലീന ഫ്രാൻസിസ് വന്ന് കിട്ടിയ റീച്ചൊന്നും ആയിരിക്കില്ല, അതിൻ്റെ അപ്പുറത്തുള്ള റീച്ചായിരിക്കും സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.